ഒറ്റശിഖരം സീരിയലിലെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ചന്ദ്രമോഹനോട് ഫിലോമിന് ചോദിക്കുന്നുണ്ട്, എന്താ സാറേ വന്നത് വെറുതെ ആയി പോയോ, കൊച്ചിനെ കിട്ടിയില്ലേന്ന്. കൊച്ചിനെ വാങ്ങിയിട്ട് പോകാൻ അറിയാത്ത കേടൊന്നുമില്ല, കാരണം ഞങ്ങളുടെ ഭാഗത്തും നീതിയുണ്ട്. അങ്ങനെ ഒരമ്മയിൽ നിന്നും കൊച്ചിനെ പിരിപ്പിച്ചു കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമോ? പിന്നെ നാട്ടുകാരാണെന്ന് പറഞ്ഞ് ഞങ്ങൾ എന്തിനാണ് നടക്കുന്നത്? നാട്ടുകാരാണെന്ന് പറഞ്ഞ് നിങ്ങൾ നടക്കുന്നുണ്ട്, കാര്യം ശരി തന്നെയാണ്. തുളസീധരൻ നായർ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകും. പക്ഷേ 10-25 ലക്ഷം രൂപ എണ്ണി വാങ്ങിയ കാര്യം നിങ്ങൾ ചിലപ്പോൾ അറിഞ്ഞു കാണില്ല. അതുകൊണ്ട് നീതിയും ന്യായവും ഒക്കെ തന്നെ ഞങ്ങളുടെ ഭാഗത്തുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും സാറേ, ഒരമ്മയിൽ നിന്നും കുഞ്ഞിനെ പിരിച്ചു കൊണ്ടുപോകുക എന്ന് പറയുമ്പോൾ അത് മോശമല്ലേന്ന് ഇങ്ങനെ ആശ ചോദിക്കുമ്പോൾ ആണ് അതേ മനസ്സോട് കൂടിയിട്ട് ആ കുഞ്ഞിനെ കാത്തൊരു അച്ഛൻ അവിടെ ഇരിപ്പുണ്ട്. അയാൾക്ക് ആ കുഞ്ഞിന് മേലെ അവകാശമുണ്ട്. അതുകൊണ്ടേ തുളസീധരൻ നായരെ പറഞ്ഞ് ഉപദേശിക്കേണ്ട ഒരു കടമ നാട്ടുകാരായ നിങ്ങൾക്കുണ്ട്. പറഞ്ഞ് മനസ്സിലാക്കിയാൽ കൊള്ളാം, അല്ലെങ്കിൽ അടുത്തത് വരുന്നത് അറസ്റ്റ് ചെയ്യാനായിട്ട് പോലീസായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമോഹനാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നു. തുളസിയാണെങ്കിൽ ആകെ വല്ലാത്തൊരവസ്ഥയിലാണ്. അവിടേക്ക് ആശാൻ വരുന്നുണ്ട്. തുളസി ചോദിക്കുന്നുണ്ട്, എന്താ അയാൾ പറഞ്ഞിട്ട് പോയത്, ഭീഷണിയാണോ അതോ? ആശാൻ പറയുന്നുണ്ട്, ഭീഷണി തന്നെയാണ്, പോലീസും മറ്റും അറസ്റ്റ് ചെയ്യാനായിട്ട് വരുമെന്നാണ് പറയുന്നത്. ഇത് കേട്ട് തുളസിയാണെങ്കിൽ ആകെ ഷോക്കാവുന്നു. ആശാനെ, ഞങ്ങൾ എന്താ ചെയ്യുക? ഞങ്ങളുടെ കൊച്ചിനെ അവർക്ക് എടുത്തു കൊടുക്കാമെന്ന് പറയുമ്പോൾ അത് ഞങ്ങൾക്ക് സഹിക്കാവുന്നതിലും അപ്പുറമുള്ള കാര്യമാണ്. ഒരിക്കലും സാധിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ, എടോ തൻ്റെ അവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ പോലീസിനും മറ്റും മനസ്സിലാവണമെന്നില്ല. കാരണം കൃത്യമായിട്ടുള്ള കരാറോട് കൂടിയിട്ടുള്ള ഒരു വ്യവസ്ഥയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കുഞ്ഞിനെ കൊടുത്തേ മതിയാകൂ, അല്ലാതെ നമ്മുടെ പക്കൽ മറ്റൊന്നുമില്ല. തന്നെയും തൻ്റെ മോളെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പോലീസുകാർ ഈ വീട്ടുമുറ്റത്ത് വരും. ഇത് കേട്ട് തുളസിയാണെങ്കിൽ ആകെ വല്ലാത്തൊരവസ്ഥയിൽ പകപ്പോട് കൂടിയിട്ട് ആശാനെ നോക്കുകയാണ്. അതേടോ, അപ്പോൾ നമുക്ക് മുൻകൂർ ജാമ്യം എടുത്താലോ എന്ന് തുളസി ചോദിക്കുമ്പോൾ, മുൻകൂർ ജാമ്യം എടുത്താൽ അറസ്റ്റ് ഒഴിവാക്കാൻ കഴിയും, പക്ഷേ കൊച്ചിനെ എന്തായാലും വിട്ടുകൊടുക്കേണ്ടി വരും, കോടതി കയറി ഇറങ്ങേണ്ടി വരുമെന്ന് ആശാൻ പറയുന്നു. നീതിയും നിയമവും ഒക്കെ എനിക്കും അറിയാം, പക്ഷേ ഞങ്ങളുടെ കൊച്ചിനെ വിട്ടുകൊടുക്കാനായിട്ട് ഞങ്ങൾക്ക് യാതൊരു മനസ്സുമില്ല. എൻ്റെ മീനാക്ഷി എത്രത്തോളം വിഷമിക്കുന്നുണ്ടെന്ന് അറിയാമോ? അങ്ങനെ ആശാൻ പറയാണ്, ഒരു വഴിയുണ്ട്, താനത് അനുസരിക്കുമോ? എന്താണെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ, എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും മറ്റൊരിടത്തേക്ക് മാറി താമസിക്കുക. ആശാൻ എന്തൊക്കെയാണ് പറയുന്നത്? ഇവിടെ നിന്നും ഒളിച്ചാടാനോ? അതൊന്നും പറ്റില്ല, ഇവിടെ തന്നെ നിൽക്കാനേ എനിക്ക് താല്പര്യമുള്ളൂ. എൻ്റെ കൊച്ചുങ്ങളെയും കൊണ്ട് ഞാൻ എവിടേക്ക് പോകാനാ? എവിടേക്കെങ്കിലും മാറിപ്പോണം, അല്ലെങ്കിൽ ആ കൊച്ചിനെയും കൊണ്ട് അവർ സിമ്പിളായിട്ട് ഇവിടെ നിന്നും പോയി കളയും. പിന്നെ ഓർത്ത് വിഷമിച്ചിട്ട് കാര്യമില്ല, തൽക്കാലം എവിടേക്കെങ്കിലും മാറി മാത്രമേ കാര്യങ്ങൾ നടക്കുള്ളൂ എന്ന് പറയുമ്പോൾ, മീനാക്ഷിക്കും കൊച്ചിനും വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ തുളസീധരനാണെങ്കിൽ റെഡിയാവുകയാണ്. ഞാൻ എൻ്റെ കുടുംബവുമായിട്ടൊന്ന് സംസാരിച്ച് നോക്കട്ടെ, അതിനുശേഷം തീരുമാനിക്കാമെന്ന് തുളസീധരൻ പറയുന്നു. എങ്കിൽ പിന്നെ തീരുമാനം എത്രയും പെട്ടെന്ന് ആവണം, എന്നിട്ട് താൻ എന്നെ അറിയിക്കുമെന്ന് പറയണം. ശരി ആശാനെന്ന് തുളസിയും പറയുന്നു. അങ്ങനെ രാത്രി തുളസീധരനും മീനാക്ഷിയും പ്രസന്നയും ചേർന്ന് ആലോചിക്കുകയാണ്, ഇവിടെ നിന്നും എങ്ങോട്ടാച്ചാ നമ്മളിനി പോവേണ്ടത്? എത്രയെന്ന് വെച്ചാൽ ഇങ്ങനെ ഒളിച്ചോടുക എനിക്ക് സാധിക്കില്ല, നമ്മൾ കുറ്റമൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് മീനാക്ഷി പറയുമ്പോൾ, മോളെ അച്ഛൻ പറയുന്നതിലും കാര്യമുണ്ട്, കല്ലുമളി വിട്ടുകൊടുക്കാനായിട്ട് നിനക്ക് സാധിക്കുമോ? ഇല്ല. അപ്പോൾ പിന്നെ നമ്മളിവിടെ നിന്ന് തൽക്കാലം മാറി നിന്നേ മതിയാകൂ. മീനാക്ഷിയെയും കൊച്ചിനെയും എവിടേക്കെങ്കിലും മാറ്റി നിർത്തിയാലോ എന്ന് പ്രസന്ന പറയുമ്പോൾ, എവിടേക്കടി ഞാൻ എൻ്റെ കൊച്ചുങ്ങളെ വിശ്വസിച്ച് മാറ്റി നിർത്തുന്നത്? അതിനൊന്നും സാധിക്കില്ല. അപ്പോൾ ബന്ധുക്കളോട് എന്തെങ്കിലും ആവശ്യം ചോദിച്ച് പോയാലോ എന്നങ്ങനെ പ്രസന്ന ചോദിക്കുമ്പോൾ, എന്ത്, നമ്മളെ ദുരന്തത്തിലിരിക്കുന്ന സമയത്തെ ഒരു മനുഷ്യൻ നമ്മളെ സഹായിക്കാനായിട്ട് വന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ നമ്മൾക്ക് അവരുടെ മുന്നിൽ ചെന്ന് നിൽക്കാനും കഴിയില്ല. ബന്ധുക്കളാണ് ഏറ്റവും വലിയ ശത്രുക്കൾ എന്നിങ്ങനെ തുളസീധരൻ പറയുന്നു. എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, എൻ്റെ ലക്ഷ്മി ചിറ്റയുടെ അടുത്തേക്ക് പോയാലോ? അവരാകുമ്പോൾ നല്ല മനുഷ്യന്മാരാണ്, അവിടേക്ക് ചെന്ന് ഉറപ്പായിട്ടും നമ്മളെ സ്വീകരിക്കുമെന്നൊക്കെ പറയുകയാണ്. എനിക്കറിയാം നിൻ്റെ ചിറ്റയെക്കുറിച്ചിട്ട്, അവർ നല്ല ആൾക്കാരാണ്, നമുക്ക് അവിടേക്ക് എങ്കിൽ എന്നൊക്കെ ഇങ്ങനെ തുളസിയും പറയുന്നു. അവരുടെ നമ്പറുണ്ടോ? ഇപ്പോൾ അവരുടെ താമസമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, തറവാട് വീടായതുകൊണ്ട് മാറാൻ എന്തായാലും സാധ്യതയില്ല, നമുക്കൊന്ന് വിളിച്ചു നോക്കാം, ഞാൻ നമ്പർ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് പ്രസന്നയാണെങ്കിൽ അകത്തേക്ക് പോയിട്ട് നമ്പർ എടുത്തിട്ട് വരികയാണ്. അങ്ങനെ വിളിച്ചു നോക്കുന്ന സമയത്ത് ഫോൺ ഓഫാണ്. ഇപ്പോൾ എല്ലാവരുടെയും മൊബൈലാണല്ലോ, അതുകൊണ്ട് തന്നെ ലാൻഡ് ഫോൺ ആരും ഉപയോഗിക്കുന്നുണ്ടാവില്ല. പക്ഷേ അവിടേക്ക് നമുക്കൊന്ന് പോയി നോക്കാം എന്നിങ്ങനെ പറഞ്ഞു. അവരാണെങ്കിൽ ആശാനെ വിളിക്കുകയാണ്. ആശാനോട് ചെന്ന് കാര്യങ്ങളൊക്കെ തന്നെ തുളസി പറയുന്നുണ്ട്. എങ്കിൽ പിന്നെ ഒട്ടും വൈകിക്കേണ്ട, എത്രയും പെട്ടെന്ന് റെഡിയായി നിൽക്കാൻ നോക്ക്, ഞാൻ എൻ്റെ ഒരു പരിചയക്കാരനെ അവിടേക്ക് കൊണ്ടാക്കാനായിട്ട് വിളിക്കാം. പിന്നെ ഇവിടുത്തെ ആൾക്കാർ ആരും തന്നെ ഒന്നും അറിയണ്ട. പിന്നെ ഓട്ടോയും മറ്റും പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അന്വേഷിച്ചിട്ട് വരുമ്പോൾ അവർ പറയുന്നെന്ന് വരും. രാവിലെ പോകാൻ നിൽക്കണ്ട, രാവിലെ പോവുകയാണെങ്കിൽ എല്ലാവരോടും മറുപടി കൊടുക്കേണ്ടി വരും. എത്രയും പെട്ടെന്ന് ഇപ്പം തന്നെ സ്ഥലം കാലിയാക്കുന്നതായിരിക്കും നല്ലതെന്ന് പറയുന്നു. അങ്ങനെ ആശാനാണെങ്കിൽ പുറത്തേക്ക് പോയിട്ട് മനോജ് എന്ന് പറഞ്ഞ ആ ചെറുപ്പക്കാരനെ വിളിക്കുകയാണ്. എന്നിട്ട് ഒരു ഓട്ടോ ഉണ്ടെന്ന് പറയുന്നു. കുഴപ്പക്കാരല്ലല്ലോ എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. അല്ല, നീ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരാനായിട്ട് ആശാൻ പറയുകയാണ്. അങ്ങനെ കുഞ്ഞിൻ്റെയും മറ്റു സാധനങ്ങൾ എടുത്തിട്ട് പ്രസന്നയും മീനാക്ഷിയും തുളസീധരൻ എല്ലാവരും റെഡിയായി നിൽക്കുകയാണ്. അങ്ങനെ ആശാൻ പറയുന്ന ആ
ഡ്രൈവർ അങ്ങോട്ട് വരുന്നുണ്ട്. ആശാനെ പോലീസോ മറ്റെന്തെങ്കിലും പിടിക്കോ? അത്ര കുഴപ്പക്കാരൊന്നല്ല. കുഴപ്പമുള്ളവരെ ഞാൻ നിനക്ക് ഓട്ടത്തിന് വിടുമോ? ഇല്ലല്ലോ. അപ്പോൾ പിന്നെ ഇവരെയും കൊണ്ട് എത്രയും പെട്ടെന്ന് മൂവാറ്റുപുഴയിലേക്ക് എത്താനായിട്ട് പറയുകയാണ്. അങ്ങനെ മീനാക്ഷിയും കൊച്ചും പ്രസന്നയും എല്ലാവരും കയറുന്നുണ്ട്. അങ്ങനെ പോകുന്ന വഴിയിൽ ആ ഡ്രൈവർ പറയുകയാണ്, ഇവിടെ നിന്നും രാവിലെയാവും അങ്ങോട്ടെത്താനെന്ന് പറയുന്നു. അങ്ങനെ രാവിലെ ആ ഒരു സ്ഥലത്തേക്ക് എത്തുകയാണ്. പ്രസന്നയോട് തുളസീധരൻ ചോദിക്കുന്നുണ്ട്, ഇത് തന്നെയല്ലേ വീടെന്ന്. അതേന്നിങ്ങനെ പ്രസന്നയും പറയുന്നു. അങ്ങനെ മീനാക്ഷിയും കൊച്ചും കുറച്ച് ദിവസം ഇനി ആ ചിറ്റയുടെ വീട്ടിലായിരിക്കും. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം ലേറ്റസ്റ്റ് എപ്പിസോഡ്സിനായിട്ട്. ബൈ ബൈ.